ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര വിദ്യാഭ്യാസ മികവിലേക്കുള്ള പുതിയ ചുവടുവെപ്പായി വിഷൻ 2029 തുടക്കമായി. വേഗത്തിൽ മാറുന്ന ആഗോള സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പരീക്ഷാ വിജയത്തിൽ മാത്രം ഒതുങ്ങാതെ നേതൃത്വശേഷി, ആശയവിനിമയ വൈദഗ്ധ്യം, ഡിജിറ്റൽ പ്രാവീണ്യം, പരിസ്ഥിതി ഉത്തരവാദിത്തം, സാമൂഹിക പ്രതിബദ്ധത, നവീകരണ മനോഭാവം, ആഗോള സജ്ജത എന്നിവയോടെ വളരേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് വിഷൻ 2029 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ MLA നിർവഹിച്ചു. മുൻ ഹയർ സെക്കൻഡറി വകുപ്പ് ഡയറക്ടർ K. സുരേഷ് കുമാർ IAS മുഖ്യപ്രഭാഷണം നടത്തി. വിഷൻ 2029 ചെയർമാൻ ഡോക്ടർ MA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ MK ഫരീദ് ഉദ്ഘാടന സന്ദേശം നൽകി. സ്കൂൾ മാനേജർ MK അൻസാരി വിഷൻ പദ്ധതിയുടെ സമഗ്ര അവതരണം നടത്തി. പ്രിൻസിപ്പാൾ PP താഹിര സ്വാഗതവും ഹെഡ്മിസ്ട്രസ് MP ലീന നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് PV ലാലി, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഐഷ മോൾ, MET അംഗങ്ങൾ, PTA അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ മുന്നോടിയായി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി ജോർജ് കരുണക്കൽ നയിച്ച ട്രെയിനിംഗ് സെഷനും സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള അവാർഡുകൾ K. സുരേഷ് കുമാർ IAS-ൽ നിന്ന് അധ്യാപകർ ഏറ്റുവാങ്ങി. അന്ന് മുതൽ ഇന്ന് വരെയും പഠന പാഠ്യേതര രംഗങ്ങളിലും ഈരാറ്റുപേട്ടയിലെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും സജീവമായി പങ്കെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. Global educational vision. We have a big vision. വളരെ ambitious ആണ്. നമ്മുടെ ഈ ഫ്യൂച്ചറിൽ ഒരു ഹോളിസ്റ്റിക്, മോർ ദാൻ ദ അക്കാഡമി, I think Ansari is visualizing a holistic approach where not only the academics but the extra academic, extra curricular പരിപാടിയാണ്. ഈ വിഷൻ 2029 സ്കൂൾ വിദ്യാഭ്യാസവും അതിനുപരിയായി കോളേജ് വിദ്യാഭ്യാസമൊക്കെ വലിയ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം മുമ്പ് രീതി ഉണ്ടായിരുന്നത് പ്ലസ് വണ്ണിൽ ചേരുക അല്ലെങ്കിൽ പോളിടെക്നിക്. ഇപ്പോൾ എവിടേക്കാണ് കുട്ടികൾ പോകേണ്ടതെന്ന് അറിയാതെ വലിയ പരിശ്രമത്തോടുകൂടി അർപ്പിച്ചു നിൽക്കുക. ഈ പ്രതിസന്ധി, ഈ പ്രലോഭനത്തിൽ വരാനിരിക്കുന്ന നാളുകളിൽ കൂടുതൽ രൂക്ഷമായി വരികയും പരമ്പരാഗത ശൈലിയിലുള്ള ഡിഗ്രി പഠനത്തിന് കുട്ടികൾ വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇന്നുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രി കോഴ്സുകൾക്ക് 30% കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ 70% പല കോഴ്സുകളിൽ സീറ്റ് ഒഴിഞ്ഞെടുക്കുക. PGയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കുട്ടികളെ കൃത്യമായി ട്രാക്ക് ചെയ്ത് പലപ്പോഴും ഒരുപാട് പ്രലോഭനങ്ങൾ, വഴിതെറ്റിക്കാനുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വലിയ പ്രസിദ്ധരായ സിനിമാകാരന്മാരുടെ പരിസ്ഥിതി വന്നിട്ട് പറയുന്നത് കേട്ടത് ചില കോഴ്സിലൊക്കെ പോയാൽ ഇപ്പോൾ വെറുതെ അങ്ങനെ കൂടെ നടക്കും. അതുകൊണ്ട് ഈ പരസ്യങ്ങളുടെ പിറകെ പോകാതെ യഥാർത്ഥത്തിൽ നാം എവിടെ എത്തണമെന്ന് നമുക്ക് വിഷൻ ഉണ്ടാകണം. അതിന് വേണ്ട വിദ്യാഭ്യാസം എന്താണ്? വിദ്യാഭ്യാസം വഴി തൊഴിലാളികൾ മാത്രമേ ഏക ലക്ഷ്യം എന്നുള്ള കാഴ്ചപ്പാട് നാം തിരുത്തേണ്ടതായിട്ടുണ്ട്. വിഷൻ 2029 എന്നൊരു പ്രോഗ്രാം ആണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ കേട്ടപ്പോൾ അത് ഒന്ന് പറയുന്നത് എൻ്റെ ചില സ്ട്രേറ്റ് തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ അൻസാരി ഒരു വിഷൻ ഡോക്യുമെൻ്റ് നിങ്ങളെന്നെ അയച്ചു തന്നു. അത് വളരെ വെൽ തോട്ട് ഔട്ട് ഒരു ഡോക്യുമെൻ്റാണ്. അത് പ്രാവർത്തികമാക്കണം.
അത് പ്രാപ്തിമാക്കുന്നതിനിടയിലും നിങ്ങൾക്ക് ആലോചിക്കാവുന്ന, നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒന്ന് രണ്ട് കുഞ്ഞാശയങ്ങൾ മാത്രം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഫിൻലൻഡിൽ നിന്നാണ്. കാരണം ഫിൻലൻഡ് ആണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതൊക്കെ നമ്മൾ പഠനങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫിൻലൻഡ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ 1ാം നിലയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയായിരിക്കാം. പക്ഷേ ഈ പരീക്ഷയിൽ 1ാം റാങ്ക്, ഏറ്റവും ടോപ്പ് പെർഫോമൻസ് കാണിച്ചത് ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ ഏത് പ്രസംഗം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും വിദ്യാർത്ഥികളായ നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റത്തില്ല. കാരണം ബ്രെയിൻ അപഗ്രഥിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും ഞാൻ ഇന്ന് പറയുന്നു, അടുത്ത ഒരു 25 വർഷം വളരെ വലിയ റാഡിക്കൽ ഡിസപ്റ്റീവ് റവല്യൂഷൻ എല്ലാ മേഖലയിലുണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റാ സയൻസും തമ്മിലുള്ള കോറിലേഷൻ ലോകത്തെ പൂർണ്ണമായും മാറ്റി നിർത്തി. ഒരു ഒക്ടോപ്പസ് പോലെ എല്ലാ സെക്ടറിലും അത് പിടിമുറുക്കിയിരിക്കുക. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ, ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആ നയം ഗവൺമെന്റ് കൊണ്ടുവന്നില്ല എങ്കിൽ നിങ്ങൾ നിരക്ഷരായി പോകും. അതുകൊണ്ടാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുമായ വി ഡി സതീശൻ പറഞ്ഞത് സാങ്കേതിക വിധി അധിഷ്ഠിതമായ വലിയൊരു വിദ്യാഭ്യാസ നയം, റാഡിക്കൽ ചേഞ്ചസ് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരും എന്ന് പറയാൻ കാരണം വിദേശ സർവകലാശാലകൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൈപിടിക്കുകയാണ്. അതല്ലാതെ ഇനി കൈചുരുട്ടിയ മുദ്രാവാക്യം വിളിച്ച് അന്തരീക്ഷത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമോ വിദ്യാർത്ഥി രാഷ്ട്രീയമോ ഒന്നും നിലനിൽക്കില്ല. കാരണം ഇതൊരു ടെക്നോളജിക്കൽ വാറാണ്, ഇന്റലക്ച്വൽ വാറാണ്. ഈ വാറിൽ നമ്മൾ ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ല, അമ്പേ പരാജയപ്പെട്ടു പോകും. ഏകോപിതമായ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് സബ് ജില്ലാ യുവജനോത്സവങ്ങളിൽ സ്ഥിരം ഓവറോൾ ചാമ്പ്യന്മാരായി തുടരുന്ന നമ്മുടെ വിദ്യാലയം സംസ്ഥാന തലത്തിൽ നിരവധി എ ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നു. The teacher, region teacher of Tennessee.